അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തരിക്കഞ്ഞിയാണ്. പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സേമിയ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സേമിയ അതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റവയാണ്. അപ്പോൾ റവ ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാലൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി തിള വരുന്നുണ്ട്. തിളക്ക് വന്ന് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അടുത്തായിട്ട് കുറച്ചുകൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പോൾ തരിക്കഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. ബൈ.